ആരം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. രജീഷ് പരമേശ്വരൻ എന്ന് പറഞ്ഞ ഡെബ്യൂട്ടൻറ്റ് ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നു. വിഷ്ണു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ പുതിയ റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഞാൻ ഇതുവരെയായിട്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു പോലീസ് ഓഫീസറാണ്. അതിൻ്റെ ലുക്ക് ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. ഞാൻ വളരെ മീഡിയയിലായിട്ട് ഭയങ്കര കട്ടി മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു അപ്പിയറൻസാണ്. ആ അപ്പിയറൻസിലേക്ക് കിരൺ മനോജ് എന്ന് പറഞ്ഞ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ എന്നെ എത്തിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് ഇനിയിപ്പോൾ ഞാൻ പിടിക്കേണ്ടത്. ഇയാൾ കലിപ്പനാണ് എന്ന് വെച്ച് മനസ്സുകൊണ്ട് നല്ലവനാണ്, പക്ഷേ ഇയാൾ കലിപ്പനാണ്. ഇയാൾ പെട്ടെന്ന് ടെമ്പർ ലൂസ് ചെയ്യും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഗൈഡ് ചെയ്യാൻ രജീഷും വിഷ്ണുവും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നെ ആൻഡോ ഈപ്പൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്, CI ആൻഡോ ഈപ്പൻ. അപ്പോൾ ആൻഡോ ഈപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആ ഏത് ആക്ടറാണ് ചെയ്യുന്നത് ആ ആക്ടറിനെ അവർ അത് വെച്ച് സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. ഓഫ് ടൈമിൽ സഹിച്ചേട്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇവർ അപ്പോൾ ആൻഡോ ഈപ്പൻ ഇങ്ങനെ ചെയ്യുന്നു, ആൻഡോ ഈപ്പൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇവർ എൻ്റെ ഉള്ളിലേക്ക് ബ്രെയിനിലേക്ക് ഇത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ആൻഡോ ഈപ്പനാണ്. അപ്പോൾ ആൻഡോ ഈപ്പൻ ഒരിക്കലും ഇങ്ങനെ ഒടിഞ്ഞു മുടങ്ങിയിരിക്കില്ല. അയാളെപ്പോഴും വളരെ സ്ട്രെയിറ്റ് ആയിട്ടേ ഇരിക്കുകയുള്ളൂ. അയാൾ നിൽക്കുമ്പോഴും അങ്ങനെയാണ്. അയാൾ ഒരിക്കലും അപ്പോൾ അയാൾ ബുള്ളറ്റ് ഓടിക്കുകയാണെങ്കിൽ അയാൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അയാൾ മറ്റേ ബൊലേരോയിൽ പോവുകയാണെങ്കിൽ അപ്പോൾ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഒടിഞ്ഞു മുടങ്ങി ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെയാണ് എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ ആരത്തിൽ കാണാൻ പോകുന്നത്. അതൊരു ക്രൈം ത്രില്ലറാണ്.